ഇനി ഞാൻ വന്നിരിക്കുന്നത് ചമ്മന്തിയുടെ റെസിപ്പിയായിട്ടാണ്. ഇത് ദോശയ്ക്കും ഇഡ്ഡലിക്കും പറ്റിയ നല്ലൊരു ടേസ്റ്റി ചമ്മന്തിയാണ്. അപ്പോൾ തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കി വരാം. ചമ്മന്തി തയ്യാറാക്കാനായിട്ട് 1 കപ്പ് തേങ്ങ തിരുമിയത് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് പൊട്ടുകടലയാണ്. ഇത് ഞാൻ 1/4 കപ്പ് പൊട്ടുകടലയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇനി ഒരു ചീനിച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ചൂടാകുമ്പോൾ ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് വറുത്തെടുക്കാം. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കണം. ഇത് അധികം എരിവില്ലാത്ത പച്ചമുളകാണ്, 5 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി വറുത്ത പച്ചമുളക് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില, സ്വല്പം പുളി, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം. ഇത്രയും ആദ്യം നമുക്കൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഇത് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി അരയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചമ്മന്തിക്ക് എത്ര ലൂസായിരിക്കണം അതിനനുസരിച്ചിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണേ. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി കടുക് താളിച്ചൊഴിക്കാം. അതിനായിട്ട് ചീനിച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ കടുകിട്ട് നമുക്ക് പൊട്ടിച്ചെടുക്കാം. കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. ഇത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചമ്മന്തിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇഡ്ഡലിക്കും ദോശയ്ക്കും പറ്റിയ നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു ചമ്മന്തിയാണ്. നിങ്ങളിത് ഉറപ്പായിട്ടും ഒന്ന് ചെയ്ത് നോക്കണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണാം.